അതേസമയം തന്നെ US ഇറാൻ സമാധാന ചർച്ചയിൽ പ്രതിസന്ധി തുടരുകയാണ്. അമേരിക്കയുമായി ഒരു കരാർ ഉണ്ടാക്കാനുള്ള സാധ്യത വിദൂരമെന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ അലി ബാഫിന്റെ നിലപാട്. അടുത്ത ചർച്ചയുടെ തീയതി നിശ്ചയിച്ചിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഹോർമുസ് അടച്ചതുകൊണ്ട് യുഎസിനെ ഭീഷണിപ്പെടുത്താനാകില്ലെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. We'll be talking about Iran later. We have very good conversations going on. It's working out very well. They got a little cute as they have been doing for 47 years. Nobody ever took them on. We took them on. They have no Navy. They have no Air Force. They have no leaders. They have no nothing. Actually, their leaders are, it is regime change. You call that enforced regime change. But we're talking to them. They wanted to close up the strait again, as they've been doing for years. And they can't blackmail us. In fact, a lot of the ships are coming up to Texas. I don't know if you know, in Louisiana, the ships are coming up. They got used to it. Maybe they'll keep doing it. It's worked out pretty good. But it's going actually along very well. And we'll see. But we'll have some information by the end of the day. We're talking to them. And, we're taking a tough stand. They've killed a lot of people. A lot of our people have been killed. A lot of your fellow soldiers have been killed over the years by Iran. The roadside bomb. Soleimani, I killed Soleimani. He was making the explosive form penetrators. They're making them in Iran, bringing them to Iraq and blasting them through the vehicles. Well, he was the father of the roadside bomb, essentially, and he killed a lot of people. And when you see soldiers or others, but soldiers generally walking around with no legs, with no arms, a face that's been smashed, that was Soleimani, that was Iran that did that. So we have a much different view on it than other presidents have. ഇതിനിടെ ട്രംപിനെ രൂക്ഷമായി വിമർശിച്ച് US മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് രംഗത്തെത്തി. ട്രംപിനെ നെതന്യാഹുവാണ് യുദ്ധത്തിലേക്ക് വലിച്ചിട്ടതെന്നാണ് കുറ്റപ്പെടുത്തൽ. അജയ് സുധാ ബിജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഇപ്പോൾ ട്രംപിനെതിരെ US-ൽ നിന്ന് തന്നെ കൂടുതൽ വിമർശനങ്ങൾ ഉയരുന്നു. ഈ യുദ്ധത്തിൽ ഒരു ഒത്തുതീർപ്പ് അതിന് ഇരു രാജ്യങ്ങളും മുന്നിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അജയിലേക്ക് തിരിച്ചു വരാം. കമലാ ഹാരിസിന്റെ വാക്കുകളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. Entered a war, got pulled into it by Bibi Netanyahu. Let's be clear about that. Entered a war that the American people do not want, putting at risk American service members. And among the many consequences of it, it includes jacking up the cost of gas so that on average Americans are paying at least $15 more to fill up their tank. Diesel costs 50% more. അജയ് തുടരുന്നുണ്ട്. അജയ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രംപിനെതിരെ വലിയ തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ US-ൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നു. ഇറാനും നിലപാടിൽ നിന്ന് മാറ്റമില്ലാതെ തുടരുന്നു. ഇതിലൊരു സമാധാന ചർച്ച അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് എപ്പോൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അനുശ്രീ, ഇറാനുമായിട്ടുള്ള ചർച്ച, US-ന്റെ രണ്ടാം ഘട്ട ചർച്ച, അതിൻ്റെ തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. നാളെ ഇത്തരത്തിൽ ചർച്ചകൾ ഉണ്ടാകും എന്നുള്ള തരത്തിലെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരം സാധ്യതകളെല്ലാം വിദൂരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെ US-ഓ ഇറാനോ പുതിയ ചർച്ചകളുടെ തീയതിയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊന്നും നൽകുന്നില്ല. ട്രംപ് തൻ്റെ പ്രസ്താവനയിൽ പറയുന്നത് ഈ ചർച്ചകൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു, ഇറാനുമായിട്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്, ഇറാൻ പൂർണ്ണമായി സഹകരിക്കുന്നു എന്നെല്ലാം ട്രംപ് തന്റെ പ്രസ്താവനയിൽ പറയുന്നത്. ഇത് ഇറാൻ മറ്റ് നിവൃത്തി ഒന്നുമില്ലാതെയാണ് ഇത്തരമൊരു ചർച്ചകൾക്ക് തയ്യാറായി വന്നിരിക്കുന്നത്. അവരുടെ നേവിയും എയർഫോഴ്സും എല്ലാം US പൂർണ്ണമായി നശിപ്പിച്ചു എന്നും ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു പുതിയ തീയതിയെ സംബന്ധിച്ച് ഇറാൻ ഒരു വ്യക്തതയൊന്നും നൽകുന്നില്ല. പുതിയ തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം നിലവിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല, ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫ് വ്യക്തമാക്കുന്നത് US-മായി ഒരു സമാധാന കരാർ ഉണ്ടാക്കാനുള്ള സാധ്യത അത് വളരെയധികം വിദൂരമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിലെ പശ്ചാത്തലത്തിൽ അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം നോക്കുകയാണെങ്കിൽ ട്രംപ് തന്നെ ഒരു മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഹോർമുസ് തുറന്നതെന്നാണ് അദ്ദേഹം തൻ്റെ ട്രൂ സോഷ്യൽ വഴി അവകാശപ്പെട്ടത്. എന്തായാലും ട്രംപ് ഈ അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ ഹോർമുസ് കടലെടുക്ക് ഈ വെടിനിർത്തൽ കാലയളവ്
കാലയളവ് വരെ പൂർണ്ണമായി തുറന്നതായി ഇറാൻ അറിയിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഹോർമുസ് അടച്ചതായിട്ട് ഇറാൻ പിന്നീട് നിലപാടെടുത്തത്. ഈ ഹോർമുസ് അടയ്ക്കാൻ തന്നെ കാരണം US-ന്റെ ഇറാന് മേലുള്ള ഉപരോധമാണ്. കാരണം ഈ ഇറാനിയൻ കപ്പലുകളെ ഇറാന്റെ തീരത്തേക്ക് പോകാതിരിക്കാനും അതുപോലെ തന്നെ ഇറാനിയൻ തീരത്ത് നിന്ന് തിരിച്ചു വരുന്ന കപ്പലുകളെയും US സേന തടഞ്ഞിരുന്നു. അപ്പോൾ ഇറാന് മേലുള്ള ഈ ഉപരോധം പിൻവലിച്ചാൽ മാത്രമേ ഹോർമുസ് പൂർണ്ണമായി തുറക്കൂ എന്നാണ് ഇറാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് നടന്ന ചർച്ചകളുടെ ഫലമായി ഹോർമുസ് തുറക്കുകയായിരുന്നു. പക്ഷേ അമേരിക്കൻ ഉപരോധം അത് പിൻവലിക്കാൻ തയ്യാറല്ല എന്ന് ട്രംപ് തന്നെ പല ആവർത്തി വ്യക്തമാക്കുകയുണ്ടായി. US സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് 21 കപ്പലുകളെ തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രസ്താവന ഇറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ട്രംപ് ഈ ഹോർമുസിലുള്ള ഇറാനിയൻ ഉപരോധം അവസാനിപ്പിക്കില്ല, ഒരു സമാധാന കരാർ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ US ഈ ഉപരോധത്തിൽ നിന്ന് പിന്മാറൂ എന്നുള്ള പ്രസ്താവന ട്രംപ് പിന്നീട് ഇറക്കുകയുണ്ടായി. അപ്പോൾ ട്രംപിന്റെ ഈ പ്രകോപനപരമായിട്ടുള്ള വാക്കുകൾക്ക് പിന്നാലെയാണ് IRGC ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചതായിട്ട് നിലപാട് വ്യക്തമാക്കിയത്. അപ്പോൾ ഇത്തരത്തിൽ ട്രംപിന്റെ പ്രകോപന മാധ്യമമുണ്ടായി. അതിനെ തുടർന്നാണ് ഇറാൻ ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചത്. അപ്പോൾ അതിന്റെ പ്രതിഫലനമായിട്ട് തന്നെയാണ് നിലവിൽ ഈ ഇന്ത്യൻ കപ്പലുകളടക്കം ആക്രമിക്കപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്ന് തന്നെ ട്രംപിനെതിരെ വിമർശനങ്ങളും നിലവിൽ ശക്തമായി ഉയരുകയാണ്. മുൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള കമല ഹാരിസ് ആണ് ട്രംപിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. കമല ഹാരിസ് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ആണ് ട്രംപിനെ യുദ്ധത്തിലേക്ക് വലിച്ചിട്ടത്. അമേരിക്കൻ ജനത ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ട്രംപിന്റെ ചില മണ്ടൻ തീരുമാനങ്ങൾ കാരണമാണ് അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് കടന്നത്. ഇത് കാരണം അമേരിക്കയ്ക്ക് ഒരുപാട് ആയുധ നഷ്ടമുണ്ടായി, നിരവധി സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നും കമല ഹാരിസ് നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിലെ ഉയർന്ന ഈ എണ്ണവില, പെട്രോളിന്റെയും അതുപോലെ തന്നെ ഈ ഗ്യാസിന്റെയും ഉൾപ്പെടെ വിലയും കമല ഹാരിസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അമേരിക്കയിലെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർക്ക് ഈ യുദ്ധത്തിന്റെ പ്രതിഫലനം കാരണം ഇപ്പോൾ കൂടുതൽ തുക പോക്കറ്റിൽ നിന്നെടുത്ത് ചെലവാക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇതിനെല്ലാം ട്രംപാണ് കാരണം എന്നുള്ള വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ കമല ഹാരിസിന്റെ മാത്രമല്ല പൊതുവിലുള്ള അമേരിക്കയിലെ ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പല ഭാഗത്തു നിന്നും ട്രംപിനെതിരെ ഇത്തരം വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമാണുള്ളത്. അജി, അതുപോലെ തന്നെ ഇനിയൊരു സമാധാന ചർച്ച ഉണ്ടായാൽ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകാനുള്ള സാധ്യത കൂടുതൽ ഹോർമുസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന തർക്കങ്ങളായിരിക്കും. ആ തർക്കങ്ങൾക്കൊരു പരിഹാരം ഉണ്ടായാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യത മുന്നിൽ കാണാൻ സാധിക്കുമോ? ഹോർമുസിന്റെ വിഷയം മാത്രമല്ല, ഇപ്പോൾ ആണവ കരാർ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വലിയ തർക്ക വിഷയം തന്നെയാണ്. ലെബനനിലുള്ള വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപേ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ അമേരിക്കയുടെ മധ്യസ്ഥത പ്രകാരം ലെബനനിൽ ഇസ്രായേൽ ഒരു വെടിനിർത്തൽ കൊണ്ടുവന്നു എന്നാണ് വിവരമുള്ളത്. അപ്പോൾ ഇതിന്റെ ചർച്ചകൾ ഈ വരുന്ന ചൊവ്വാഴ്ച നടക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലും അതുപോലെ തന്നെ ലെബനനും വാഷിംഗ്ടണിലെത്തി ചർച്ചകൾ നടത്തുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഈ നമ്മൾ ഇപ്പോൾ ഇസ്രായേലും അതുപോലെ തന്നെ ഇറാനും ഇപ്പോൾ അമേരിക്കയും തമ്മിലുള്ള ഒരു വെടിനിർത്തലിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ ഈ വരുന്ന 22 വരെ മാത്രമാണ് വെടിനിർത്തലിൻ്റെ കാലയളവുള്ളത്. അത് കഴിഞ്ഞാൽ എന്നുള്ള കാര്യം നിലവിൽ വ്യക്തമായിട്ടില്ല. ഇന്നലെ മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചപ്പോൾ ഈ വെടിനിർത്തലിൻ്റെ സമയപരിധി നീട്ടില്ല എന്ന് തന്നെയാണ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നീട്ടുമെന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. നീട്ടിയേക്കില്ല അല്ലെങ്കിൽ നീട്ടില്ല എന്ന് തന്നെയാണ് നിലവിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ കാലയളവ് അവസാനിച്ചാൽ ഇനി പുതിയൊരു ആക്രമണം ഉണ്ടാകുമോ എന്നത് എല്ലാവരും ആശങ്കയോടെ നോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും പല വിഷയങ്ങളും ഇപ്പോഴും പരിഹാരമാകാതെയുണ്ട്. ഇന്നലെ തന്നെ ഇപ്പോൾ പല അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനയാണെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനയാണെങ്കിലും നോക്കിയാൽ ഇന്നലെ ട്രംപ് പറഞ്ഞത് യുറേനിയം ഇറാനിൽ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമെന്നാണ്. എന്നാൽ ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയി പറഞ്ഞത് ഇറാൻ ഈ യുറേനിയം അവരുടെ രാജ്യത്ത് നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ആണവ കാര്യത്തിൽ ഉൾപ്പെടെ തർക്കങ്ങളുണ്ട്. ഹോർമുസിന്റെ വിഷയത്തിൽ തർക്കമുണ്ട്. അമേരിക്കൻ ഉപരോധം അവസാനിച്ചിട്ടില്ല. ഇതിനിടെ ഇറാൻ ഹോർമുസ് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പല വിഷയങ്ങളും ഇപ്പോഴും തർക്കത്തിലുണ്ട്. പുതിയ തീയതി നിശ്ചയിച്ചിട്ടില്ല. വെടിനിർത്തലിന്റെ സമയം അവസാനിക്കാൻ പോകുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഒരു ആശങ്കയോടെ തന്നെയാണ് ഈ മേഖലയെ ലോകം വീക്ഷിക്കുന്നത്. ശരി അജി, തുടരുക. അതുപോലെ തന്നെ ലെബനനെ ആക്രമിക്കരുതെന്ന കർശന മുന്നറിയിപ്പിന് പിന്നാലെ ഇസ്രായേലിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. US-ന്റെ ഏറ്റവും ആത്മാർത്ഥതയുള്ള സുഹൃത്ത് രാജ്യമാണ് ഇസ്രായേൽ എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. നാറ്റോയെ പരോക്ഷമായി കുറ്റപ്പെടുത്താനും ട്രംപ് മറന്നിട്ടില്ല. ചിലർ ഒരു അപകടം വന്നപ്പോൾ തനി നിറം കാണിച്ചെന്നും എന്നാൽ ഇസ്രായേൽ ശക്തമായി തങ്ങൾക്കൊപ്പം നിന്ന് പോരാടിയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്.
അജയ് തുടരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, നാറ്റോയ്ക്കെതിരെ രൂക്ഷമായ പരാമർശമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിനെ അനുനയിപ്പിക്കാൻ അല്ലെങ്കിൽ ഇസ്രായേലിനെ കുറച്ചുകൂടി ഒപ്പം നിർത്താൻ ട്രംപ് ശ്രമിക്കുന്നു എന്ന് തന്നെ വേണ്ടേ ഈ പോസ്റ്റിൽ നിന്ന് വ്യക്തമാകാൻ? അനുശ്രീ, നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ട്രംപിൻ്റെ ഒരു ട്രൂ സോഷ്യൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പോസ്റ്റിൽ ഇസ്രായേലിനെ ഒന്ന് വിമർശിക്കുന്ന രീതിയിലാണ് ട്രംപ് ആ പോസ്റ്റ് ഇട്ടത്. കാരണം ലെബനനിൽ വെടിനിർത്തൽ വന്നതിന് ശേഷവും ഇസ്രായേൽ ലെബനിലേക്ക് ഷെല്ലിങ്ങും അതുപോലെ തന്നെ ബോംബാക്രമണം ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വാർത്തകൾ പിന്നീട് വന്നിരുന്നു. അപ്പോൾ ഈ ആക്രമണങ്ങൾക്ക് പിന്നാലെ ട്രംപ് ട്രൂ സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ലെബനനും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുമായിട്ട് വിഷയം ഇപ്പോൾ അമേരിക്ക നേരിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഇസ്രായേൽ അനാവശ്യമായിട്ട് ആക്രമണങ്ങൾ നടത്തരുത്, ലെബനനിൽ ബോംബിംഗ് ഇനി അനുവദിക്കില്ല, എല്ലാം മതിയാക്കിക്കൊള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അത്തരം ഒരു വിമർശനത്തിന്റെ ഭാഷയിലായിരുന്നു. അതായത് നേരിട്ട് ട്രംപ് മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത് പോലെ കടുത്ത ഭാഷയിലെ ആക്രമണങ്ങളായിരുന്നില്ല, എന്നാലും ചെറിയൊരു വിമർശനത്തിന്റെ ടോണിലായിരുന്നു ട്രംപ് അന്ന് ഒരു ട്രൂ സോഷ്യൽ പോസ്റ്റ് ഇട്ടത്. ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലവിൽ ഇസ്രായേലിനെ കൂടുതൽ ചേർത്ത് നിർത്തുന്ന തരത്തിൽ ട്രംപ് മറ്റൊരു പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റിൽ ആദ്യത്തെ പോസ്റ്റിൽ വിമർശനമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യമാണ്, അതുപോലെ തന്നെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണെന്നും ട്രംപ് ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. ഇസ്രായേൽ എല്ലാ സമയത്തും അവർ ധൈര്യവും അതുപോലെ തന്നെ ബോൾഡ്നെസ്സും സ്മാർട്ട്നെസ്സും എല്ലാം കാണിച്ചിട്ടുണ്ട്. ഒരു അപകടഘട്ടം വന്നപ്പോൾ മറ്റ് ചിലർ അവരുടെ തനിനിറം കാണിച്ചു. എന്നാൽ ഇസ്രായേൽ അവർ അമേരിക്കയ്ക്കൊപ്പം നിന്ന് പോരാടി എങ്ങനെയാണ് വിജയിക്കേണ്ടതെന്നും ഇസ്രായേലിന് അറിയാമെന്നും ട്രംപ് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ചിലർ തനിനിറം കാണിച്ചു എന്ന ട്രംപിന്റെ പരാമർശം, ഇതിലൂടെ ട്രംപ് ഉദ്ദേശിക്കുന്നത് നാറ്റോയെ തന്നെയാണ്. നാറ്റോയ്ക്ക് നേരെ ഒരു പരോക്ഷ വിമർശനവും ട്രംപ് ഈ പോസ്റ്റിലൂടെ നടത്തുന്നുണ്ട്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനു മുൻപേ പല വേദികളിലും ട്രംപ് നാറ്റോയെ വിമർശിച്ചിരുന്നു. ട്രംപിന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇറാന് നേരെ ഉണ്ടായിട്ടുള്ള ഈ പോരാട്ടത്തിൽ നാറ്റോയും അമേരിക്കയ്ക്കൊപ്പം ചേരണമെന്നതാണ്. പക്ഷേ നാറ്റോ രാജ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളും ഇതിൽ യുഎസിനോടൊപ്പം നിൽക്കില്ല എന്ന് ഇതിനു മുൻപേ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും എല്ലാവരും ഇതിന് ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിലേക്ക് തങ്ങൾ അനാവശ്യമായി ഇടപെടില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരുന്നത്. ഈ ഹോർമുസിന്റെ വിഷയത്തിൽ മാത്രമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ നിലപാട് കർക്കശമായി വ്യക്തമാക്കിയത്. അതായത് ഹോർമുസ് കടലെടുക്ക് തുറന്നിടണം എന്ന് തന്നെ അവർ ആവശ്യപ്പെട്ടു. പക്ഷേ ഈ സംഘർഷങ്ങളിൽ ഭാഗമാകില്ല, അമേരിക്കയ്ക്കൊപ്പം നിൽക്കില്ല എന്ന് തന്നെ അവർ അറിയിക്കുകയായിരുന്നു. അതിന് പകരമായിട്ട് ട്രംപ് പല ആവർത്തി അവരെ കുറ്റപ്പെടുത്തി. ട്രംപ് പറഞ്ഞത് ഈ നാറ്റോ ധൈര്യമില്ലാത്തവരാണ്, നാറ്റോ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് വഹിക്കുന്നത് അമേരിക്കയാണ്, അമേരിക്ക ഇല്ലെങ്കിൽ നാറ്റോ ഒന്നുമില്ലാതാകും, നാറ്റോയിൽ നിന്ന് പിന്മാറുന്ന കാര്യവും തങ്ങൾ ആലോചിക്കുന്നുണ്ട്, ഇതിന് US കോൺഗ്രസിന്റെ പിന്തുണ പോലും തനിക്ക് ആവശ്യമില്ല, ഈ യുദ്ധത്തിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്നതും തൻ്റെ തീരുമാനമായിരുന്നു, വേണമെങ്കിൽ നാറ്റോയിൽ നിന്ന് തിരിച്ചിറങ്ങി വരാനും തൻ്റെ തീരുമാനം മാത്രം മതിയാകും എന്നെല്ലാം ട്രംപ് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇസ്രായേലിനെ കൂടുതൽ ചേർത്ത് പിടിക്കാനും നാറ്റോയെ തന്നെ ട്രംപ് ആയുധമാക്കിയിരിക്കുകയാണ്. നാറ്റോയെ കടുത്ത ഭാഷയിൽ തന്നെ കുറ്റപ്പെടുത്തി, അതായത് ചിലർ തനിനിറം കാണിച്ചു എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് നാറ്റോയെ തന്നെയാണ്. ഇതിലൂടെ ഇസ്രായേലിനെ കൂടുതൽ ചേർത്ത് നിർത്തി നേരത്തെ ഉണ്ടായ ചെറിയ വിമർശനം, ആ ഒരു വിമർശനത്തിൻ്റെ ഭാഷയെ മറന്നു കളയുന്ന രീതിയിലാണ് ഇപ്പോൾ കൂടുതൽ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. എന്തായാലും കമലാ ഹാരിസ് ഉൾപ്പെടെ ട്രംപിനെതിരെ വിമർശനം കൂടുതൽ കടുപ്പിക്കുന്ന സാഹചര്യത്തിലും ഇസ്രായേലിനെ ചേർത്ത് നിർത്തേണ്ടത് അത് ട്രംപിൻ്റെ ആവശ്യം തന്നെയാണ്. ഇസ്രായേലിൻ്റെ ഒരു പിന്തുണ ഇറാൻ വിഷയം ഉൾപ്പെടെ പരിഹരിക്കുന്നതിൽ ട്രംപിന് ഗുണകരമാകും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് എത്രയും വേഗം നല്ല രീതിയിൽ പുറത്തു കടക്കാൻ തന്നെയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇസ്രായേലിനെ കൂടുതൽ ചേർത്ത് നിർത്തുന്നത്. ശരി, അജയ് സുധാ ബിജു ആണ് കൂടുതൽ